നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ലോകത്തോട് വിളിച്ചു പറ, ഐ എം എ മർഡറർ, ഐ ഹാവ് ഡൺ ദിസ് തിങ്, ഐ ഹാവ് ഡൺ എ സിൻ. കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിച്ചിട്ടുണ്ട്, ബോട്ടിലിരുന്ന് കുമ്പസാരിച്ചിട്ടുണ്ടോ? വെയിറ്റ് ആൻഡ് വാച്ച്. ഫിയോഡോർ ദോസ്റ്റോയെവ്സ്കിയുടെ വേൾഡ് ഫേമസ് ഒരു നോവലുണ്ട്, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഇത് വളരെ പോപ്പുലർ ആയതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവർ വളരെ കുറച്ചായിരിക്കും ആൾക്കാരുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അന്നത്തെ റഷ്യയിലെ ഒരു യൂത്താണ്. ഹിസ് നെയിം ഈസ് റാസ്കോൾനിക്കോവ്. ഈ റാസ്കോൾനിക്കോവ് ഇങ്ങനെ യാദൃച്ഛികമായിട്ടൊരു പോൺ ബ്രോക്കറെ കൊല ചെയ്യുകയും അതിനുശേഷം അവരെ ലൂട്ട് ചെയ്ത പണവുമായി അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് സോണിയ സെമിയനോവ്ന എന്ന് പറഞ്ഞ ഒരു വളരെ യങ്ങായിട്ടുള്ള റഷ്യയിലുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അവളുടെ വീട്ടിൽ ഇടയ്ക്കൊന്ന് ഹോൾട്ട് ചെയ്യും. എന്നിട്ട് അയാൾ ലൂട്ട് ചെയ്ത പണം അവരുടെ വീട്ടിൽ വെച്ചിട്ട് അയാൾ പോവുകയാണ്. പിന്നീട് സോണിയ സെമിയനോവ്നയും ഇയാളും തമ്മിൽ പ്രണയത്തിലാവുകയും അങ്ങനെ ആയി കഴിയുമ്പോൾ സോണിയയോട് ഇയാൾ വന്നിട്ട് പറയും, ഞാൻ ഒരു കൊലപാതകിയാണ്, എൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു എന്താണ് നമ്മൾ പറഞ്ഞത്, പാങ്സ് ഓഫ് കോൺഷ്യൻസ് എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക, അതിങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ, ഞാൻ എന്ത് ചെയ്യും? ഉണ്ട് സോണിയ സെമിയനോവ്ന റാസ്കോൾനിക്കോവിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ദർ ഇസ് ഓൺലി വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ലോകത്തോട് വിളിച്ചു പറ, നിന്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തു കള, ലോകത്തോട് വിളിച്ചു പറ, ദാറ്റ് ഐ എം എ മർഡറർ, ഐ ഹാവ് ഡൺ ദിസ് തിങ്, ഐ ഹാവ് ഡൺ എ സിൻ. അങ്ങനെ റാസ്കോൾനിക്കോവ് റഷ്യയിലെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് അവിടെ വന്നിട്ട് അവിടുത്തെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ വന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ദാറ്റ് ഐ എം എ മർഡറർ. സോ ഇതുമായിട്ട് വളരെ അധികം സാമ്യമുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരു കാത്തലിക് സെയിൻറ്റിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ജോസഫ് ദേ ഫോസ്റ്റർ എന്നാണ്. നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫാദർ ഡാമിയൻ. ഫാദർ ഡാമിയൻ എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ചുകൊണ്ടിരുന്നയാൾ. ഹി യൂസ് ടു ഗോ ടു കൺഫെഷൻ എവറി വീക്ക്. അപ്പോൾ അദ്ദേഹം മൊളോക്കായി ഐലൻഡിൽ, അതായത് കലാപാപ്പുവ എന്ന് പറഞ്ഞ പ്രോവിൻസിലെ മൊളോക്കായി എന്ന് പറഞ്ഞ ലെപ്പേഴ്സിനെയും ലുനറ്റിക്സിനെയും ക്രിമിനൽസിനെയും അന്ന് ട്യൂബർ കൊളോസിസ് പേഷ്യൻസിനെയും ഒക്കെ കൊണ്ടുപോയി ബാനിഷ് ചെയ്തിരുന്ന ഒരു ഐലൻഡാണ്. ആ ഐലൻഡിലേക്ക് അദ്ദേഹത്തിൻ്റെ മിഷണറി വർക്കിന് വേണ്ടി പോവാണ്. മൊളോക്കായിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാൻഡേറ്റ്സ് അനുസരിച്ച് പീപ്പിൾ ഹു വൺസ് ഗോ ടു മൊളോക്കായ് ക്യാൻ നെവർ കം ബാക്ക്. അപ്പോൾ ഫാദർ ഡാമിയൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും കുമ്പസാരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതായി പോവുക. അപ്പോൾ അത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വറി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു, പല പ്രാവശ്യം കത്തുകളിലൂടെയും മെസ്സഞ്ചേഴ്സിലൂടെയൊക്കെ അറിയിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് മൊളോക്കായിലേക്ക് പ്രൊവിഷൻസും അവിടെ ക്വാറന്റൈനിലായിട്ടുള്ള രോഗികൾക്കുള്ള മെഡിസിൻസും ഒക്കെ ആയിട്ട് വലിയൊരു അന്നത്തെ സ്റ്റീം ഷിപ്പുകളാണല്ലോ, ഒരു സ്റ്റീമർ വന്നിട്ട് അവിടുത്തെ പോർട്ടിൽ അടുക്കുന്നു എന്ന് നമ്മളുടെ ഫാദർ ഡാമിയൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഫാദർ ഡാമിയൻ മനസ്സിലാക്കി അതിൻ്റെ അകത്തൊരു വൈദികനും ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദർ ഡാമിയൻ്റെ എത്രയോ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് തനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ അദ്ദേഹം 2 ലെപ്പേഴ്സിനെ ഹെൽപ്പിന് വിളിച്ച് അവർ തുഴഞ്ഞ ഒരു വള്ളത്തിൽ നടുക്കിരുന്ന് ഫാദർ ഡാമിയൻ വരികയാണ് ഈ ഷിപ്പിനെ ലക്ഷ്യമാക്കി. ഷിപ്പിനടുത്ത് വന്ന് ഷിപ്പിൽ കയറി കുമ്പസാരം നടത്താനായിട്ട് ആവശ്യപ്പെടുന്ന ഫാദർ ഡാമിയനോട് ക്യാപ്റ്റൻ പറയും, വി ഹാവ് ഗോട്ട് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് മൊളോക്കായിൽ പോയി ലെപ്പേഴ്സുമായിട്ടും രോഗികളുമായിട്ടും ഇൻട്രാക്ട് ചെയ്ത ഒരാൾക്കാരെയും നമുക്ക് ഈ ഷിപ്പിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തെ ടേൺ ഡൗൺ ചെയ്യുക. അത് അദ്ദേഹത്തിന് നിരാശ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ക്യാപ്റ്റൻ, ഐ വിൽ ഗോ ടു കൺഫെഷൻ റൈറ്റ് ഹിയർ ഇൻ മൈ ബോട്ട്. എന്നിട്ട് ഷിപ്പിൻ്റെ സൈഡിൽ ബോട്ട് കൊണ്ടുവന്ന് നിർത്തി വൈദികൻ മുകളിൽ നിന്ന് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഫാദർ ഡാമിയനെ നമ്മൾക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓരോ വളവിലും ഒരു പള്ളിയും ആവശ്യത്തിന് വാഹനങ്ങളും റോഡുകളും നമുക്കിഷ്ടമുള്ള പോലെ എപ്പോൾ വേണേ പോയി കുമ്പസാരിക്കാവുന്ന ഒരു അവസ്ഥയുള്ള ഇന്നത്തെ കാലത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫാദർ ഡാമിയനെ പോലുള്ള
എക്സാമ്പിൾസ്. എനിക്ക് തോന്നുന്നു ലെറ്റ് പീപ്പിൾ ലൈക്ക് ഹിം ലൈറ്റ് അവർ വേ എഹെഡ്. കാരണം സഭ നമ്മൾക്ക് വെച്ച് നീട്ടുന്ന ഈ കൂദാശകൾ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സും അതിനുള്ള ഒരു ആഗ്രഹവും നമ്മളിൽ എല്ലാവരിലും സമൃദ്ധമായി ഉണ്ടാവട്ടെ. ക്രൈം ആൻഡ് പണിഷ്മെന്റിൽ റസ്കോൾനിക്കോവിനെ നമ്മൾ നോക്കിയാൽ സോണിയ സെമിയനോവ്നയുടെ അരികെ ചെല്ലുമ്പോൾ അദ്ദേഹം ഹി ഹാസ് കമ്മിറ്റഡ് എ മർഡർ. അപ്പോൾ അയാളെ ഉള്ളിൽ നിന്ന് ആ പാങ്സ് ഓഫ് കോൺഷ്യൻസ് ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ഭയങ്കര അണീസിയാണ്. അയാളുടെ ഒരു സെൽഫ് ലോത്തിങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അയാൾ ഒരു സെൽഫ് ആംഗ്വിഷിൻ്റെ ആ ഫയറിൽ അയാൾ ബേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സോണിയ സെമിയനോവ്ന പറയുന്നത്, നിനക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ ഹേ മാർക്കറ്റ് സ്ക്വയറിലെ പോയിട്ട് നീ വിളിച്ചു പറ നീ ഒരു മർഡറാണ്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ക്ലെൻസ്ഡ് ഓഫ് യുവർ കോൺഷ്യൻസ്. അപ്പോൾ ആ കോൺഷ്യൻസ് ക്ലെൻസിങ് ആണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ. പക്ഷേ നമ്മൾ ഫാദർ ഡാമിയനിലേക്ക് വരുമ്പം അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് വാട്ട് ഫാദർ ഡാമിയൻ ഗോസ് ത്രൂ ഈസ് എ സാക്രമെൻറ്റ് ഓഫ് കൺഫെഷൻ ഓർ അബ്സല്യൂഷൻ. അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്താണ്? സൈക്കോളജിക്കലായിട്ടുള്ള റിലീഫ് റാസ്കോൾനിക്കോവിന് കിട്ടിയത് ഫാദർ ഡാമിയന് കിട്ടുന്നതിൻ്റെ കൂടെ ഹീസ് ഓൾസോ ഗെറ്റിംഗ് ദ സ്പിരിച്വൽ റിലീഫ്. സ്പിരിച്വൽ റിലീഫ് എന്ന് പറയുമ്പം ഹിസ് സിൻസ് ആർ ഗെറ്റിംഗ് ക്ലെൻസ്ഡ് ബൈ ദ മെഴ്സി ഓഫ് ഹിസ് ലോർഡ് ജീസസ് ഓഫ് നസറത്ത്. സോ what the Catholic Church brings on to your table is something different, because it is not just psychological relief, it is spiritual relief too, so that the entire process is complete. It comes in a full circle. It comes to its perfection through the sacrament. തീർച്ചയായും ഫാദർ ഡാമിയനെ പോലുള്ള വിശുദ്ധന്മാർ നമ്മൾക്ക് മാർഗദീപങ്ങളായി മാറട്ടെ.